ഹർഷയുണ്ട്. ഹർഷ നമസ്കാരം, പറഞ്ഞോളൂ. എന്റെ അമ്മയും അച്ഛനും അവിടെ കുടുങ്ങിയിട്ടുണ്ടായിരുന്നു. എവിടെയാ? മുണ്ടക്കൈ. മുണ്ടക്കയിൽ ഏത് ഭാഗത്താ? മുണ്ടക്കൈ പുഞ്ചിരിമട്ടം. പുഞ്ചിരിമറ്റം റിസോർട്ടിലോ മറ്റോ ആണോ? എവിടെയാണ് ഉള്ളതെന്ന് അറിയില്ല. വീട് ഇരിക്കുന്നത് പുഞ്ചിരിമട്ടത്താണ്. പുഞ്ചിരിമറ്റത്താണ്. അവര് ഒരു നിമിഷം, ഞങ്ങളൊന്ന് ബന്ധപ്പെട്ടിട്ട് തിരിച്ചു വിളിക്കാം. തുടർച്ച ചെയ്ത് കാണൂ. പരിഭ്രമിക്കേണ്ട ആവശ്യമില്ല. ചില ആളുകൾ, 100ഓളം ആളുകൾ, മൊത്തം 400ഓളം ആളുകൾ പല സ്ഥലങ്ങളിലായിട്ട് അവർ പല സ്ഥലങ്ങളിലുണ്ട്. അച്ഛനും അമ്മയുടെ പേരൊന്ന് പറയാമോ? പേര് നന്ദ പാർത്തൻ. നന്ദ പാർത്തൻ. ഓ, ഹർഷ. നന്ദയുടെയും നന്ദയ്ക്ക് ഹർഷയ്ക്ക് സഹോദരി ഉണ്ടോ? ഉണ്ട്. സഹോദരൻ നമ്മുടെ ബാംഗ്ലൂരിലാണോ? മോഹൻ? അതെ. ആ മോഹൻ വിളിച്ചിരുന്നു. നിലവിൽ നമുക്ക് രണ്ടിടത്ത് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. വീട് അവിടെ ഇല്ല. ഓക്കെ. പക്ഷെ പരിഭ്രമിക്കേണ്ട, നമുക്ക് 2 സ്ഥലങ്ങൾ കൂടി ഇനി തിരയാനുണ്ട്. ആ സ്ഥലങ്ങൾ കൂടി തിരഞ്ഞിട്ട് കൃത്യമായിട്ട് നന്ദയ വിവരം ഇവിടുന്ന് ഡെസ്കിൽ നിന്ന് വിളിച്ചറിയിക്കും. ഹർഷ, ഓക്കെ. നമ്മുടെ ഡെസ്കിൽ നിന്ന് ഹർഷയുടെ നമ്പർ ഒന്ന് നോട്ട് ചെയ്യുക. എന്നിട്ട് ഹർഷയുടെ നമ്പർ ഒന്ന് നോട്ട് ചെയ്തിട്ട് ഒന്നുകൂടി അന്വേഷിച്ചതിന് ശേഷം ഹർഷയ്ക്ക് ഒരു വിവരം കൊടുക്കുക. അവർക്ക് അല്പം ടെൻഷനുണ്ട്. മോഹൻ നേരത്തെ വിളിച്ചിരുന്നു. നമുക്ക് ഈ പ്രാർത്ഥനയും നന്ദയും നമ്മൾ 4 ഇടങ്ങളിൽ തിരഞ്ഞു. 4 ഇടങ്ങളിലും നമുക്ക് കണ്ടെത്താൻ സാധിച്ചില്ല എന്നൊരു നിർഭാഗ്യകരമായ കാര്യം കൂടിയുണ്ട്. തീർച്ചയായും നമുക്ക് കണ്ടെത്താൻ സാധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വളരെ വേദനിപ്പിക്കുന്നതാണ്. മകനും മകളും വിളിച്ചു. നേരത്തെ മകനാണ് വിളിച്ചത്. നമ്മൾ 4 ഇടങ്ങളിൽ തിരഞ്ഞു, 4 ഇടത്തും ഇല്ല. ഇതാ ട്രീ വാലിയുടെയും ഒപ്പം തന്നെ മദ്രസയുടെയും ഇടയിലുള്ള വീടാണ്. അബ്ദുൾ റസാഖ് ആ വീട് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ വീട് നിന്ന സ്ഥലമില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ VS രഞ്ജിത്ത് ഉണ്ട്. നമ്മൾ വെള്ളരിമലയിൽ നിന്ന് നമ്മളുടെ ഒപ്പം വെള്ളാർമലയിൽ നിന്ന് നമ്മളുടെ പ്രതിനിധി VS രഞ്ജിത്ത്, ഒപ്പം ഈ ചൂരൽ മലയിൽ നിന്ന് നമ്മളുടെ പ്രതിനിധി സാനിയോ മനോമി, ഈ ഗ്രാമത്തിൽ നിന്ന് നമ്മളോടൊപ്പം മുണ്ടക്കൈ ഗ്രാമത്തിൽ നിന്ന് നമ്മുടെ പ്രതിനിധി ദീപക് മോഹൻ എന്നിവർ തത്സമയം ചേരുന്നുണ്ട്. ഇപ്പോൾ ബീരാൻകുട്ടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബീരാൻകുട്ടി നമസ്കാരം, പറഞ്ഞോളൂ. ഹലോ. ബീരാൻകുട്ടി പറഞ്ഞോളൂ. നമസ്കാരം, പറഞ്ഞോളൂ. ഫാത്തിമ. ഫാത്തിമ എവിടെയാണ്? പറഞ്ഞോളൂ. ഇവര് മുണ്ടക്കൈ അടുത്ത് സീതമ്മക്കുണ്ട് പറഞ്ഞ സ്ഥലത്താണ് അവരുടെ വീട്. സീതമ്മക്കുണ്ട് എന്ന് പറയുന്ന സ്ഥലത്ത്. ഓക്കെ. ആ റിസോർട്ടിന്റെ അടുത്താണോ? ഒരു വിവരമില്ല അവരുടെ. ഒന്ന് അന്വേഷിച്ചിട്ട് നിങ്ങൾ പറഞ്ഞു തരീട്ടോ? തീർച്ചയായിട്ടും അന്വേഷിച്ചിട്ട് പറഞ്ഞുതരാം. PCR ഒന്ന് നമ്പർ എടുക്കണം. ബീരാൻകുട്ടിയുടെ നമ്പർ ഒന്ന് കളക്ട് ചെയ്യുക. ഈ സീതമ്മക്കുണ്ട് എന്ന് പറയുന്നത് അവിടുത്തെ ഒരു വാട്ടർഫാളിനടുത്തുള്ള ഒരു പ്രദേശമാണ്. അവിടെയാണ് ഈ ഫാത്തിമയുടെ വീടുള്ളത്. ഫാത്തിമ ഒറ്റയ്ക്കാണെന്ന് തോന്നുന്നു. ആ വിവരം നമുക്കൊന്ന് അന്വേഷിച്ചിട്ട് പ്രേക്ഷകർക്ക് കൊടുക്കാവുന്നതാണ്. നമുക്ക് ഈ ഒരിക്കൽ കൂടി അബ്ദുൾ റസാഖിനെ വിളിക്കാവുന്നതാണ് എന്ന് തോന്നുന്നു. നമുക്ക് അവിടെയുള്ള ഏക പോയിന്റ് അബ്ദുൾ റസാഖാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വരുന്ന മണിക്കൂറുകൾ നിർണായകമാണ്. അവിടെ KCB കണക്ഷൻ ഇല്ല. എല്ലാ വൈദ്യുതി കണക്ഷനുകളും അവിടെ ബന്ധിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. സിഗ്നലും ലോയാണ്. പലപ്പോഴും വിളിച്ചിട്ട് കിട്ടുന്നില്ല. പ്രേക്ഷകർ പരിഭ്രമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളിൽ പലരും സുരക്ഷിതരാണ്. 500-600-ലധികം ആളുകൾ പലയിടത്തും ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് റിപ്പോർട്ടർ. അതുകൊണ്ട് തന്നെ പലയിടങ്ങളിലായിട്ട് മദ്രസ പള്ളിയിൽ, അമ്പലത്തിൽ, ഒപ്പം തന്നെ ബസ് സ്റ്റാൻഡിൽ, ട്രീ വാല്യൂ റിസോർട്ടിൽ, നേരത്തെ സൂചിപ്പിച്ച മറ്റൊരു റിസോർട്ടിൽ, ഒപ്പം തന്നെ ഇൻസ്പെക്ഷൻ ബംഗ്ലാവിലൊക്കെയായ ആളുകളുണ്ട്. അവരിലൊക്കെ നിങ്ങളിൽ പെട്ടവരും ഉണ്ടാവും. പക്ഷേ നിർഭാഗ്യവശാൽ അവിടെ സിഗ്നൽ വീക്കാണതുകൊണ്ടാണ് നിങ്ങളുടെ ബന്ധുക്കൾക്ക് പലപ്പോഴും ഫോൺ കിട്ടാത്തത്. അതുകൊണ്ട് വലിയ ആശങ്ക നിങ്ങൾക്ക് വേണ്ട. നിങ്ങളിൽ പ്രിയപ്പെട്ടവർ ജീവനോടെ തന്നെ ഉണ്ട് എന്ന് നിങ്ങൾ കരുതുക. നമുക്ക് വളരെ പെട്ടെന്ന് അവരുടെ വിവരങ്ങൾ ആരായാം. ഞങ്ങളുടെ നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുക. ഞങ്ങൾ അവിടെ റെസ്ക്യൂ ടീമിന് ആ വിവരങ്ങൾ കൈമാറും. അതേസമയം തന്നെ ഞങ്ങൾ ഇപ്പോൾ ലൊക്കേറ്റ് ചെയ്ത ഈ സ്ഥലങ്ങളിൽ ഞങ്ങളുടെ ചില പ്രതിനിധികളുണ്ട്. അവരോട് ആരാഞ്ഞ് അവരുടെ കൂട്ടത്തിൽ അവരുണ്ടോ എന്നുള്ള വിവരവും തത്സമയം നമ്മൾ നൽകാം. നേരത്തെ സുദേവനെ നമ്മൾ കണ്ടെത്തിയതുപോലെ, ചിളിയിൽ വീണ് ഒരാളെ നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞതുപോലെ പ്രേക്ഷകരുടെ ബന്ധുക്കളെയും നമുക്ക് രക്ഷപ്പെടുത്താവുന്നതാണ്. നമുക്ക് VS രഞ്ജിത്തിലേക്ക് പോകാം. VS രഞ്ജിത്ത്, വെള്ളാർമലയിലെ കാഴ്ചകൾ എന്തൊക്കെയാണ്? VS രഞ്ജിത്ത് കേൾക്കാമെങ്കിൽ. അരുൺ, ഞാനിപ്പോൾ വെള്ളാർമല ഭാഗത്താണുള്ളത്. ഇവിടെ ഇപ്പോൾ മരങ്ങൾ പൂർണ്ണമായിട്ടും ഒലിച്ചു വന്നിട്ടുള്ള മരങ്ങൾ ഇവിടെ കൂടിക്കിടക്കുന്നു. ഈ മരങ്ങൾക്കിടയിലാണ് ഇപ്പോൾ മൃതദേഹങ്ങൾ ആളുകളെ തെരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 15ഓളം മൃതദേഹങ്ങൾ ഈ മരങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് കണ്ടെത്തി എന്നാണ് പറയുന്നത്. ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിൽ ഈ തെരച്ചിലുള്ള ഒരാൾ നമുക്കൊപ്പമുണ്ട്. എത്ര മൃതദേഹങ്ങൾ ഇവിടുന്ന് കണ്ടെടുത്തു? ഇവിടുന്ന് നിലവിൽ 18 മൃതദേഹങ്ങൾ നമുക്ക് ഇപ്പോൾ കിട്ടി. വലിയ രീതിയിലുള്ള വലിയ മരങ്ങളാണ് വന്ന് കൂടിയിട്ടുള്ളത്. ഇതിനടിയിലൊക്കെ മൃതദേഹങ്ങൾ ഉണ്ടാവുന്നത് തന്നെയാണ് ഞങ്ങൾ ഭയപ്പെടുന്നത്. കാരണം ഞങ്ങൾക്ക് മൃതദേഹങ്ങൾ കിട്ടിയതൊക്കെ
ഈ മരത്തിനടിയിൽ നിന്ന് വെച്ചിട്ടാണ്. ഈ മരങ്ങൾ മാറ്റുക എന്നുള്ളത് വലിയ ദുഷ്കരമായ പ്രവൃത്തിയായിരിക്കും അല്ലേ? തീർച്ചയായും മരങ്ങളെ മാറ്റി കഴിഞ്ഞാൽ ഇനിയും വലിയ ഒരു ദുരന്തത്തിന്റെ ആഴം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം അത്രമേൽ ഭയാനകരമാണ് നമ്മൾ കാണുന്ന ഓരോ ബോഡിയിലും നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഇവിടെ നിന്ന് ഈ അകത്ത് ഇപ്പോൾ ബോഡി പുറത്തെടുക്കാൻ പറ്റാത്ത സ്ഥിതിയിൽ അകത്ത് കാണുന്നുണ്ട് ഏതെങ്കിലും? തീർച്ചയായും ഇപ്പോൾ നമ്മൾ പല ബോഡിയും നമ്മൾ കാണുമ്പോൾ മരം നീക്കി മരം മുറിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എടുക്കുന്നത്. മണിക്കൂറുകളോളം കഷ്ടപ്പെട്ടിട്ടാണ് ചില ബോഡികൾ നമ്മൾ പുറത്തേക്ക്. ഇപ്പോൾ ഈ ഭാഗത്ത് എത്ര നേരം തരേണ്ടി വരും? കാരണം ഇത്രയും മരക്കൂട്ടമുണ്ട്, വലിയ മരങ്ങളാണ് കുത്തിവരച്ച് വന്നിരിക്കുന്നത്. ഇവിടെ എത്ര വീടുകളുണ്ടായിരുന്നു? ഈ വീടുകളിലെ ആളുകളൊക്കെ രക്ഷപ്പെട്ടതാണ്. ഈ മരക്കൂട്ടം നിൽക്കുന്നിടത്ത് പോലും വീടുകളുണ്ടായിരുന്നു. ആ വീടുകൾക്ക് മേലെയാണ് ഇത് ആളുകളടക്കം ഇതിൽ നഷ്ടപ്പെട്ടു പോയതാണ്. ഇവിടെ മാത്രമല്ല, ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഇതുപോലെ തന്നെ ഒരു മരക്കൂട്ടമുണ്ട്. അവിടെ നിന്നും ബോഡികൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പ്രദേശം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്താണ് ഇത്രമേൽ വലിയ ഭീകരാവസ്ഥ. ഇത് ഏറ്റവും ഒടുവിൽ ഏറ്റവും എന്തൊരു ഭാഗത്താണ്? വെള്ളാർമല വില്ലേജ് ഓഫീസിന്റെ ഭാഗമാണ്. വെള്ളാർമല വില്ലേജ് ഓഫീസിന്റെ ഭാഗം അട്ടമലയുടെ അതിർത്തിയായി വരുന്ന സ്ഥലമാണ്. ആ സ്ഥലത്താണ് ഇങ്ങനെ നമ്മൾ സ്വാഭാവികമായും അത് അട്ടമല പുഴയിലൂടെ ഒലിച്ചു പോകുമെന്ന് കരുതിയ ഒരു എന്താണ് ഇങ്ങനെ വഴിമാറി വന്നിട്ടുള്ളത്. അരുൺ, ഈ കാണുന്നത് ഇപ്പോൾ നമ്മുടെ ദൃശ്യങ്ങളിൽ കാണുന്ന യൂണിറ്റ് 20 കാണുന്ന ദൃശ്യങ്ങൾ പൂർണ്ണമായും മരങ്ങൾ ഒഴുകി ഒലിച്ചു വന്നിരിക്കുന്ന ഭാഗമാണ്. അപ്പോൾ മരങ്ങൾ പൂർണ്ണമായും നീക്കുക എന്നുള്ളതാണ് ഇനിയിപ്പോൾ രക്ഷാദൗത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം. ഇപ്പോൾ ഈ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നാട്ടുകാരും അതുപോലെ തന്നെ ഫയർഫോഴ്സും NDRFന്റെ ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ഇവിടെ ഈ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ മരക്കൂട്ടങ്ങൾക്കിടയിലാണ്. ഈ മരക്കൂട്ടങ്ങളിൽ നിന്ന് നമുക്ക് 18 മൃതദേഹങ്ങൾ ഇതിനകം പുറത്തെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിനുള്ളിൽ ആരെങ്കിലും പെട്ടുകിടക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇനി അന്വേഷിക്കേണ്ടത്. കാരണം ഈ മരക്കൂട്ടങ്ങൾക്കടിയിൽ ഇത് എത്രത്തോളം ആഴത്തിൽ ഈ മരക്കൂട്ടങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ ഈ ആഴത്തിലുള്ള മരക്കൂട്ടങ്ങൾ മാറ്റി അത് പൂർണ്ണമായും മൃതദേഹങ്ങൾ പുറത്തെടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഇവിടെ ഈ NDRFന്റെയും അതുപോലെ രക്ഷാപ്രവർത്തകർ, നാട്ടുകാർ ഉൾപ്പെടുന്ന രക്ഷാപ്രവർത്തക സംഘം പരിശോധിക്കുന്നത് പൂർണ്ണമായിട്ടും ഈ മരക്കൂട്ടത്തിനിടയിൽ നിന്ന് എങ്ങനെ ആളുകളെ രക്ഷിച്ചെടുക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ആളുകളെ കണ്ടെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇതിനകം തന്നെ 18 മൃതദേഹങ്ങൾ ഇവിടുന്ന് കണ്ടെടുത്തു. അത് തുണിയിൽ കെട്ടിയ നിലയിലാണ് ഇപ്പോൾ ആംബുലൻസിലേക്കൊക്കെ മാറ്റുന്നത്. ഒരു പുഴ കടന്ന് വേണം മാറ്റാൻ. അതിന്റെ ഒരു ബുദ്ധിമുട്ട് ഇവിടെ ഒരു പരിഹാരമായിട്ടുള്ളത് ഇവിടേക്ക് JCBയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഈ തെരച്ചിലിന് സഹായകമാവുമോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. വളരെ ദൂരത്തോളം ഇങ്ങനെ മരത്തടികൾ വന്ന് വീണ് കിടക്കുന്നത് കാണാം. ഇവിടെയുള്ള മരണസംഖ്യ കൂടി ചേർത്താണോ ഈ 62 എന്ന് പറയുന്നത്? അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാകുമോ? പറയുന്നത് നമുക്ക് നേരെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഡോക്ടർ കേട്ടില്ല. ഇപ്പോൾ ഈ ഇവിടെ നിന്ന് 18 പേരുടെ മൃതദേഹം കണ്ടെത്തിയെന്ന് പറഞ്ഞത് കൂടി ചേർത്താണോ നമ്മൾ 62 എന്ന് പറയുന്നത്? ഈ കണക്ക് കൂടി ചേർത്തിട്ടാണോ? അതെ, ഇവിടെ നിന്ന് പുറത്തേക്ക് എടുക്കുന്നതെല്ലാം ഈ കണക്കിൽ പെടുത്തുന്നുണ്ട്. നമുക്ക് ആശുപത്രിയിൽ എത്തിയ ശേഷമാണ് ഈ കണക്ക് ഔദ്യോഗികമായി പുറത്തുവിടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ പ്രതികരണങ്ങൾ എടുക്കുക രഞ്ജിത്ത്. ഞാൻ രഞ്ജിത്തിലേക്ക് മടങ്ങി വരാം.